അമ്മയും മോളുമാണ്. കണ്ടറിയില്ല. ഇന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് മമ്മൂക്കയാണെങ്കിലും. സാറിന്റെ ഒക്കെ ഒരു പടത്തില് നമ്മൾക്കൊക്കെ എപ്പോഴാ ഒരു ചാൻസ്. GP അവിടെ വന്നിങ്ങനെ സംസാരിച്ചപ്പോ എന്റെ കവിൾ ഞാൻ പറഞ്ഞു, ഗോപിക ഇവിടെയും ഇതുവരെ വരാത്ത എന്റെ പേര് വന്നു. ഞാൻ ഡിയക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ, ചില സമയം അതായത് അവര് ഭയങ്കര നല്ല ആളുകളാണ്. പിന്നെ GP ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു എനിമീസ്, എടാ പോടാ ഫുൾ. ഈ റാം സാർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം പേടി തോന്നിയിട്ടുണ്ടായിരുന്നു സത്യത്തില്. എന്താ വെച്ചാൽ റാം സാർ എന്ന് പറയുമ്പോ പേരൻപ് മൂവി, ആ ഒരൊറ്റ സിനിമ മതി ആള്. നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചീത്ത പറയോ. GPയുടെ കല്യാണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ സർക്കിളിൽ. അപ്പോൾ അവൻ അവിടെ ഇല്ലെങ്കിലും എനിക്ക് വിശന്നാലൊക്കെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. എനിക്കെന്നൊരു വിഷ് തരുന്നടാ, എന്തായാലും നീ കോഴിക്കോട് ഒരു നല്ല ബ്രാഹ്മൺ കുട്ടീനെ കല്യാണം. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി? അയ്യോ, பெரிய ஹீரோ சூப்பர் ஸ்டாரா இருக்காங்க. ஐயோ, ഫ്ലവർ എടുക്കാൻ പോയി. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴക്കടൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡിയ ജസ് കുക്കു. ഹലോ. ഹായ്, ഹൗ ആർ യു? ഹായ്. രണ്ടുപേരും ഒരു പറന്നുപോ ഫീൽഡിലാണോ? ഞങ്ങൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്തായാലും സിനിമ ഞാൻ കണ്ടു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പൊതുവെ റാംസാറിന്റെ സിനിമയ്ക്കെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ആ സിനിമയിൽ ഉണ്ടായിരിക്കും. അതുപോലത്തെ ഒരു സിനിമ തന്നെയാണ് പറന്നുപോ. ദിയയുടെയും ജസ് കുക്കുവിന്റെയും അമ്മയും മോളുമാണ്. കണ്ടറിയില്ല. സിനിമയിൽ അമ്മയും മോളുമാണ്. അതിനകത്ത് വളരെയധികം കുറച്ച് കാശുള്ള വീട്ടിലെ അമ്മയും മോളുമാണ്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ദിയ ഇങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഈ റാംസാറിനോടൊപ്പം ഉള്ള ഒരു അഭിനയിക്കാൻ, അതായത് റാംസാറിന്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു റാംസാറിനോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ദിയയ്ക്ക് തന്നെ പേഴ്സണലി തോന്നുന്നൊരു മാറ്റം എന്താണ്? എന്താ വെച്ചാൽ മലയാളം സിനിമയിൽ നിന്ന് തമിഴിലോട്ടുള്ളൊരു എൻട്രിയും കൂടിയാണ് എനിക്ക്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നെ വിജയ് യേശുദാസ് ആണ് ഇതിലോട്ട് വിളിച്ചതും. അപ്പോൾ റാം സാർ എന്ന് പറയുമ്പോൾ പേരൻപ് മൂവി, ആ ഒരൊറ്റ സിനിമ മതി ആളുകൾക്ക് എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കഥാപാത്രമാണ് മമ്മൂക്കയാണെങ്കിലും. അപ്പൊ ഞാൻ ആ ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ സാറിന്റെ ഒക്കെ ഒരു പടത്തില് നമ്മൾക്കൊക്കെ എപ്പോഴാ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത്. പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് നടക്കുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഈ റാം സാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പേടി തോന്നിയിട്ടുണ്ടായിരുന്നു സത്യത്തില്. എന്താ വെച്ചാൽ ഭയങ്കര നമ്മള് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചീത്ത പറയോ തമിഴ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയപ്പം ഇത്രയൊരു സിമ്പിൾ മനുഷ്യൻ, ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. ലൊക്കേഷനിൽ പോയപ്പോൾ നമ്മളായിട്ടൊരു ഫാമിലിനെ പോലെയാ സാർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. മാഡം എന്നല്ലാതെ വിളിക്കില്ല. അത് കേൾക്കുമ്പോഴേ ഞങ്ങള് മാം മാം മാം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അതൊന്ന് കുറച്ചുകൂടെ. പക്ഷെ അത് അവരുടെ ഒരു രീതി ആയിരിക്കാം. പക്ഷെ അവിടെ കിട്ടിയ റെസ്പെക്ട് ആണെങ്കിലും പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോ പോലും സാറ് വളരെ കാമായിട്ടാ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നത്. നമുക്കായിരുന്നു, ഞാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ സാർ എപ്പോഴും പറയും, ഒന്നുമില്ല മാം, അതങ്ങനെ. അപ്പൊ നമ്മൾ ഇത്ര ഫ്രീ ആയി. അതാണ് എനിക്ക് കിട്ടിയൊരു വലിയ എക്സ്പീരിയൻസ്. തമിഴ് എന്ന് പറയുന്നത് നമുക്ക് ഭാഷ അറിയണം, അത്രയും വലിയ ക്രൂ, പിന്നെ ഇത്ര വലിയ ആക്ടേഴ്സ്, ശിവയാണെങ്കിലും ശിവ സാർ ആണെങ്കിലും ഭയങ്കര. പക്ഷെ നമുക്ക് പിന്നെ ജസ്സിനെ നമ്മൾ മുന്നേ ഒരു ആഡ് ഷൂട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അവിടെയും അമ്മയും മോളും തന്നെ അല്ലേ? അവിടെയും ഞങ്ങൾ അമ്മയും മോളും. അതെ. അപ്പൊ അത് കണ്ടിട്ടാണോ? അത് കണ്ടിട്ടുണ്ടോ? എനിക്ക് എന്നെ വിജയ് ചേട്ടൻ വഴിയാണ്. ജസ്സിനെ ആരെയാ കാസ്റ്റ് ചെയ്ത്? അജു. അപ്പൊ അജു ചേട്ടനും ഗ്രേസും എല്ലാരും ഉണ്ട് ഇതില്. ദിയക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടല്ലോ, വിജയ് യേശുദാസ്, GP, അപർണ, ജീവ. സത്യം പറയാലോ, നമ്മളുടെ ഒരു പ്രത്യേകിച്ച് നമ്മള് ലൈഫിൽ ഒരു കരിയറൊക്കെ ആവുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സേ ഉള്ളൂ അല്ലേ? അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന് കിട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ ലൈഫിലെ പകുതി പ്രശ്നങ്ങൾ ചില സമയം അതായത് അവര് ഭയങ്കര നല്ല ആളുകളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഫീൽഡ് ആയതുകൊണ്ട്
പിന്നെ ഇപ്പൊ ദിവ്യ ആണെങ്കിലും ഞാൻ മുന്നേ ദിവ്യയുടെ ഇന്റർവ്യൂവിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ദിവ്യ ഞാനൊക്കെയുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും സിനിമ ഫീൽഡ് കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു സിസ്റ്റർ ആ ഒരു വൈബാ ഞങ്ങൾ കൂടിയാല് ഭയങ്കര രസാ. പിന്നെ GP ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു എനിമീസ് സംഭവങ്ങളാ. എടാ പോടാ, ഫുൾ ടൈം അടിയാ, ഞങ്ങൾ എപ്പോ കണ്ടാലും എപ്പോഴും അടിയാ. അതിപ്പം അറിയാ, വൈഫ് ഗോപിക ആണെങ്കിലും, ഗോപിക കോഴിക്കോടാ. ആക്ച്വലി ഞാൻ GPയുടെ കല്യാണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നമ്മുടെ സർക്കിളിൽ ഒരാളുടെ കല്യാണം നടക്കണം. അപ്പൊ GP ആണെങ്കിൽ GPയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോ അവൻ അവിടെ ഇല്ലെങ്കിലും എനിക്ക് വിശന്നാലൊക്കെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. ഭയങ്കര കമ്പനി ആന്റി അങ്കിളൊക്കെ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ദൈവമേ ഇവന്റെ കല്യാണം ഒന്ന് പെട്ടെന്ന് നടന്നാൽ മതിയിരുന്നു. അപ്പൊ ഇവന്റെ കല്യാണത്തിന്റെ മുന്നേ ഉള്ള ബർത്ത്ഡേക്ക് ആന്റിനെ ഞങ്ങള് എല്ലാരും കൂടെ കണ്ടപ്പോ ഞാനൊരു വിഷു കൊടുത്തു. എടാ നിനക്ക് എന്തായാലും ഞാൻ കോഴിക്കോടാണ്. അപ്പൊ ഇവൻ എപ്പോഴും പറയും, നീയും നിന്റെ ഒരു കോഴിക്കോട് ഭാഷയെന്ന് എപ്പോഴും ചുമ്മാ എന്നെ കളിയാക്കുന്ന, മോശമായിട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവമേ നിനക്കെന്നൊരു വിഷ് തരുന്നടാ, എന്തായാലും നീ കോഴിക്കോട് നിന്നൊരു നല്ല ബ്രാഹ്മൺ കുട്ടീനെ കല്യാണം കഴിക്കും, ഈ പ്രാവശ്യം എന്റെ ബർത്ത്ഡേ വിഷ് ആണെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് നീ നിന്റെ നാക്കൊന്ന് നീട്ടി കറക്റ്റ് അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരു ബ്രാഹ്മണാണ് ഗോപിക, ഒരു ബ്രാഹ്മൺ കുട്ടീനെ കല്യാണം കഴിച്ചു. അതെങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി? അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ. അപ്പൊ കോഴിക്കോട് ബ്രാഹ്മൺ കുട്ടി എന്ന് പറഞ്ഞു. അത് അവന് ഭയങ്കര ഷോക്ക്ഡ് ആയിട്ട് അവൻ പറഞ്ഞു, എന്നാലും നീ ഇതെങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞ, എടാ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോഴും, പക്ഷെ ഫ്രണ്ട്സ് എനിക്കിവിടെയുള്ള എൻ്റെ ഒരു സർക്കിളാണ് അവര്. ഭയങ്കര ഇപ്പൊ GP ആണെങ്കിലും ഞാൻ എന്തെങ്കിലും സിനിമയെ കുറിച്ചൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ അവൻ. ഇപ്പൊ ഒരു സിനിമയോ അല്ലെങ്കിൽ ഞാൻ ഫ്ലവേഴ്സിൽ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്ത എനിക്ക് ഭയങ്കര പേടിയാണ്. ആങ്കറിങ് പരിപാടി ഒന്നും ഞാനില്ല. അപ്പോഴും ഞാൻ അതിന്ന് ബാക്ക് ചെയ്തിട്ട് പോലും അവനാണ് ചെയ്യ് അങ്ങനെ ഒരിക്കലും ഭയങ്കര ബൂസ്റ്റിംഗ് ഒരു പേഴ്സണാ. ഒന്നിനും ടെൻഷൻ ഇല്ല, അവൻ ചിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ വിജയ് ചേട്ടനാണെങ്കിലും ദിവ്യ ആണെങ്കിലും നമ്മളൊക്കെ എല്ലാവരും എപ്പോഴും ട്രിപ്പും എല്ലാം ഒരുമിച്ചാണ്. ഇപ്പൊ GPയുടെ വിവാഹം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എല്ലാ ഫംഗ്ഷനിലും രണ്ടുപേരാണ്, ഗോപികയും വിജയാണ് വരുന്നത്. അപ്പൊ അന്നൊരു ഫംഗ്ഷനില് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വൈറലായല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളാരും അല്ലെ, നമ്മളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. എന്താണ് സൗഹൃദം എന്ന് പലർക്കും മനസ്സിലാവാത്ത വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ ഇപ്പോഴും വീഡിയോ എനിക്കത് കണ്ടപ്പോ തന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നു. അതെനിക്ക് തോന്നുന്നു 9 മില്യണോ 10 മില്യൺ ആയി. ആക്ച്വലി എന്താ വെച്ചാൽ ഞാനും GP ഒക്കെ ഡെയർ ദ ഫിയർ ഒരു 7, 8, 9 ഇയേഴ്സ് ആയി. അന്ന് മുതലുള്ള ബന്ധാ ഞങ്ങള്, അത്ര നല്ല ഫ്രണ്ട്സാ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആകുമ്പോ നമ്മള് തോളിൽ കൈയിടും, സംസാരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഇമോഷൻസ് അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട്. അപ്പൊ ഒരു ആൺപെണ്ണ് എന്നുള്ള ഒരു വ്യത്യാസമൊന്നും നമുക്കിടയിലില്ല. നമ്മൾ എടാ പോടാ. പക്ഷെ ഗോപിക ഈ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സുമതി വളവിന്റെ ഫംഗ്ഷന് പോയപ്പോഴാണ് ഞങ്ങൾ എന്തോ കാര്യമായിട്ട് ട്രിപ്പ് പോണ എന്തോ കാര്യം സംസാരിക്കുകയാണ്. അപ്പൊ GP അവിടെ വന്നിങ്ങനെ സംസാരിച്ചപ്പോ എന്റെ കവിളിൽ ഇങ്ങനെ എന്നെ നുള്ളി, അതവിടെ വിട്ടു. പിറ്റേന്ന് രാവിലെ ഉണ്ട് വീഡിയോകളുടെ പ്രവാഹമായിരുന്നു മൊത്തത്തില്. അയ്യോ ഭയങ്കര, ഞാനത് കണ്ട് ടെൻഷൻ അടിച്ചു. പിന്നെ അവൻ പോണെന്ന ഇന്റർവ്യൂസിലെല്ലാം ഈ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഞാനാണ് ഗോപിക്ക് അയച്ചു കൊടുത്തത്. ഞാൻ ടെൻഷനായി. ഞാൻ പറഞ്ഞു, ഗോപിക എന്താ ദിയാ, എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാണ്? അവളത് ഞങ്ങളത് പറഞ്ഞ് ഞങ്ങള് ചിരിക്കായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിന് മണിച്ചിത്രത്താഴിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് ഗോപികയുടെ റിയാക്ഷൻ സ്ലോ മോഷൻ ആക്കി. അപ്പൊ ഞാനും അത് ഇത്ര സെക്കൻഡ്സിൽ ഇത് ഇങ്ങനെയൊക്കെ ആയോ? അത് 10 മില്യൺ ഇട്ടം പോയി ആൾക്കാര്. ലാസ്റ്റ് ഇപ്പൊ അവൻ എല്ലാം കഴിഞ്ഞ് ഇത് ഇടക്കിടക്ക് എനിക്ക് ആളുകൾ ഇങ്ങനെ അയച്ചു തരുമായിരുന്നു. ലാസ്റ്റ് ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഇവൻ വീണ്ടും GP ഉണ്ട്, ഹാപ്പി ബർത്ത്ഡേ ദിയ എന്നിട്ട് ഈ സ്റ്റോറി വീണ്ടും ഇട്ടിക്കണം. ഞാൻ എന്നെ കൊല്ലില്ലേ? നമ്മള് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ വീണ്ടും ചെയ്യണം. അപ്പൊ പിന്നെ ആരും മൈൻഡ് പിന്നെ ആൾക്കാർ ഒന്നും ഇത്ര ശ്രദ്ധിക്കത്തൊന്നും. ചുമ്മാ അതാ ഞാൻ പറഞ്ഞേ, എങ്ങനെയൊക്കെയാ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര മ്യൂസിക് ഒക്കെ ആയിരുന്നു മണിച്ചിത്രയിൽ. ആ ഒരു മ്യൂസിക്കും ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ത് തോന്നി കണ്ടപ്പോ അല്ല, എനിക്ക് നിങ്ങളുടെ ആ സൗഹൃദത്തിന് ഒരു തെറ്റായ രീതിയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുണ്ട്. അല്ല അതാ ഞാൻ പറയാം, എന്തോരം ഫോട്ടോസ് ഞങ്ങൾ അവന്റെ കല്യാണത്തിന് മുന്നേ
ഒത്തിരി ഫോട്ടോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ട്രിപ്പ് പോയതൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞ പാട് ഇത് ഇട്ടപ്പോ ഞാൻ പറഞ്ഞു ദൈവമേ, ഫസ്റ്റ് ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ്, അതും ഞങ്ങള് എന്നും അത്ര കൂട്ടാ. ഞാൻ പറഞ്ഞു എവിടെയും ഇതുവരെ വരാത്ത എന്റെ പേര് വന്നു. ഞാൻ പറഞ്ഞു നന്നായി. ഇപ്പോ ദിയക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ വിഷമോ ഒക്കെ വരുമ്പോ ഈ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ ദിയ ആദ്യം ആരെയായിരിക്കും വിളിക്കുക? എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ നാട്ടില് ഒരു ഫ്രണ്ട് ഉണ്ട്, റീത്ത എന്നാണ്. സിനിമ ഫീൽഡ് ഒന്നുമില്ല. പിന്നെ ഒരു ഹുസ്നി, ഞാൻ ഈ കരിയറിൽ വരുന്ന ടൈം മുതലേ ഉള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എനിക്കിപ്പോ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ദിവ്യ പിള്ള എന്റെ ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ നിങ്ങൾ തമ്മിൽ ഫേസ് കട്ടിലും അല്ലെ കാണാനും ഇതുവരെ ദൂരെ നിന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പക്ഷെ ദിയുടെ അടുത്തുനിന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്കും തോന്നിയത് ദിവ്യയായിട്ട് ചെറിയൊരു, ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം ലാസ്റ്റ് ഞാൻ ഈ സിനിമ പറന്തുപോ സിനിമ ചെയ്തപ്പോ പ്രീമിയർ കഴിഞ്ഞ് വരുമ്പോ ദിവ്യയുടെ അടുത്തുണ്ട് കുറെ ഓൺലൈൻ ആളുകളൊക്കെ വന്നിട്ട് ക്യാമിയോ റോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ദിവ്യ അപ്പൊ അവള് പറഞ്ഞു അയ്യോ അത് ഞാനല്ല, ദിയാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും ചോദിക്കും നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇല്ലല്ലോ. പക്ഷെ കുറെ ആൾക്കാർ ചോദിക്കും സിസ്റ്റേഴ്സ് ആണോ, ഞങ്ങൾ പറയാം അതെ ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു, സാമ്യതയുണ്ട്. ജസ്റ്റിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുറച്ചു നേരത്തേക്ക് പറന്നു പോയായിരുന്നു വേറെ ഏതോ ലോകത്ത്. അൻപിനെ ഓർത്തോ? അൻപിനെ നമുക്കിപ്പോ വിളിച്ചാലോ? ഫോൺ ചെയ്താലോ? അൻപിനെ വിളിക്കാം. അയ്യോ ஹலோ ஹாய், எப்படி இருக்காங்க? ஏ ரொம்ப ஸ்மைல் வருது அன்புன்னு, என்னாச்சு? நத்திங். நான் ஒரு ஆளை காணிக்கட்டுமா? என் பக்கத்துல ஒரு ஆள் இருக்கு. ஹூ சாரி. Hi. Hello Anbu. Hello Anbu. Hi, I am Anupriya. Hi Anbu. I have seen the movie. Your acting was so brilliant. So how was your experience acting with Jess? She was happy and we played in the plane. She was happy. You were also happy. She was happy and you were also happy. Very happy with her. So you again want to act with Jess in another movie? Pondman. You would like to act with Jess again in another movie? You can't hear you, auntie. അയ്യോ okay. Hi Anbar, did you hear me? Hello, I can hear him. So I have seen your movie. It was so nice. Your acting was so brilliant. So your combo with Jess, it looks so nice. So you already you told me that she was so happy acting with you, and you were also happy. Is it right? Yeah. So did you again want to act with Jess in another film? Yes, sir. Yes. Oh no. അൻപ്. So shall I give the phone to Jess? You can have a nice chat with Jess. Okay. I'm happy. Hi. ഹായ്. ഷൈ, കുറച്ച് ഷൈ. ഫുഡ് Yeah. കഴിച്ചു വന്നു. Snacks. ജസ്സിന്റെ അമ്മയോട് Yeah, of course. ചോദിക്കേ അവന്റെ വിശേഷം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. Okay. பெரிய ஹீரோ சூப்பர் ஸ்டாரா இருக்காங்க. அப்படியெல்லாம் இல்ல சேச்சி. ஐயோடா, எப்படி போயிருக்கு உங்க ஸ்கூல் ரெஸ்பான்ஸ் எல்லாம் நல்லதா வந்திருக்காங்க? நல்லா வந்துச்சு சேச்சி. ஆஃப் ஆஃப் ஸ்கூல் பட பார்த்தேன். அப்படியா? அப்ப இங்க நிறைய ஃபேன்ஸ் இருக்கு உனக்கு. எல்லாரும் ஹாய் சொல்லிருக்கு. கேரளா மக்களுக்கு ஒரு ஹாய் சொல்லுங்க. நீ பெரிய ஹீரோ ஆயிடுச்சுல. அப்படியெல்லாம் இல்ல. அப்ப இங்க ஆடியன்ஸ்க்கு ஏதாவது சொல்லணுமா? ஒரு விஷஸ் ஏதாவது சொல்லுங்க. படம் பார்த்ததுக்கு ஒரு தேங்க்யூ சொல்லுங்க. Okay. சரி, நான் ஃபோன் வைக்கிறேன். சொல்லுங்க. சொல்லு. Hi. ഹായ്. എന്താ തമിഴിൽ അത് എങ്ങനെയാ പറയുന്നത്? சொல்லுங்க. അല്ലല്ല, പ്രേക്ഷകരോട് പറയുന്നതിന് എന്താ? அதான் நான் சொல்லேன். அன்ப
நம்ம பறந்து போ படம் பார்த்தில்லையா, அப்ப இங்க நிறைய பேர் பார்த்திருக்காங்க, உங்களை கேட்டுட்டு இருக்காங்க. என்னோட தமிழ் ரொம்ப கஷ்டம்னாலும் ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. அப்போ நீங்க ஒரு தேங்க்யூ மட்டும் நீங்க சொல்லுங்க படம் பார்த்ததுக்காக. ஓகே? மலையாளத்துல எப்படி ஐயோ, இது நான் டீச் தமிழ்லயே பண்ணணுமா? சொல்லுங்க. சரி, എന്റെ മൂവി ഇപ്പൊ തമിഴും മലയാളമൊക്കെ mix ആണ്. അതാണ്. എന്റെ മൂവി കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു പറയോ? പറ. എന്റെ கண்டதுல எல்லாருக்கும் தேங்க்யூ. താങ്ക് യു. താങ്ക് യു അൻപ്. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. பை ബൈ. ബൈ. பை. സൺഫ്ലവർ കൊണ്ടുവരുങ്ക. எனக்கு டெஸ்டி സൺഫ്ലവർ. വെറും 8 വട്ടം. അയ്യോ, ആ ഫ്ലവർ എടുക്കാൻ പോയി. ഏയ് ദേ മൂവി. അയ്യോ, അയ്യോ സൺഫ്ലവർ എത്തി. വീഡിയോയിൽ സൺഫ്ലവർ വന്നു. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് യാർക്ക് അൻപ്? ഇത് യാർക്ക്? 2 பேருக்கும். രണ്ടുപേർക്കും. ആ, പക്ഷെ ശരി. സൺഫ്ലവർ ഒന്നേ ഉള്ളൂ. ആ, ഒരു സൺഫ്ലവർ மட்டும்தான் இருக்கு. இது எனக்கு ஜென்னக்கா. ஓ, தேங்க் யூடா, தேங்க் யூ. உங்க ரியல் நேம் மட்டும் சொல்லுங்க. உங்க ரியல் நேம் சொல்லுங்க. റിയൽ നെയിം, വാട്ട്സ് യുവർ റിയൽ നെയിം? എന്റെ റിയൽ നെയിം മിത്തുൾ റയൻ. മിത്തുൽ. 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 മിത്തുൽ റയാൻ. മിത്തുൽ റയാൻ. ഓക്കെ ഓക്കെ മിത്തുൽ. ഓക്കെ, ബൈ ഡാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. സൺഫ്ലവർ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൺഫ്ലവർ സർപ്രൈസ് ആയിരുന്നു. അവൻ ആ സൺഫ്ലവറിന് ഇപ്പോഴും മാറിയിട്ടില്ല ജോസ്. അതിന്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. അപ്പം സിനിമ കാണാത്തവർക്ക് എന്താണ് സൺഫ്ലവർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണും. അതെ. ജെസ്സിനോട് ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പം എന്റെ മോളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവളെന്നെ ഓടിക്കും. പക്ഷെ ഇപ്പൊ എന്തായാലും ജെസ്സിനോട് എനിക്കത് ചോദിച്ചേ പറ്റൂ. സംഭവം ഒരു ക്ലീശ ചോദ്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എല്ലാവരോടും ജെസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ വലുതാകുമ്പോ ആരാവാനാണ് ആഗ്രഹം എന്നുള്ളൊരു ക്ലീശ ചോദ്യം ഉണ്ടല്ലോ. ഈ കുട്ടികളോട് എല്ലാവരും ഇങ്ങനെ ഓടി നടന്നു നോക്കുന്ന ക്ലീശ ചോദ്യം. പ്രത്യേകിച്ച് ഈ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ വലുതാവുമ്പോൾ ആക്ട്രസ് ആവാൻ തന്നെയാണോ ആഗ്രഹം? ആക്ട്രസ് ആവാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും നല്ലൊരു ആക്ട്രസ് ആയിട്ടല്ലേ മലയാള സിനിമ മാത്രമല്ല തമിഴ്, ഹിന്ദി, തെലുങ്ക്, കൊറിയൻ ചെയ്യണമെന്നുണ്ട്. കൊറിയൻ സിനിമ ഇവിടെയൊന്നുമല്ല. കൊറിയൻ സിനിമ ചെയ്തതുണ്ട്. അതെന്താ ഈ കൊറിയൻ സിനിമയോട് താല്പര്യം? കെ ഡ്രാമാസ് ഒക്കെ കാണാറുണ്ടോ? പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കെ ഡ്രാമ ഏതാ? ഞാൻ ആദ്യം കണ്ടത് ട്രൂ ബ്യൂട്ടിയാ. പിന്നെ ഗോബ്ലിൻ, അങ്ങനെ കൊറേ. ഞാൻ മാത്രമൊന്നുമല്ല, എന്റെ ചേച്ചി കാണും, അമ്മയും കാണും, എല്ലാരും കാണാം. അപ്പൊ അമ്മ കെ ഡ്രാമ ഫാനാണ്. അച്ഛനല്ലാതെ എല്ലാവർക്കും. സ്ക്വിഡ് ഗെയിം കണ്ടിട്ടുണ്ടോ? പിന്നെ അത് തീർത്തു. പുതിയ സീസൺ കണ്ടു തീർത്തു. സെക്കൻഡ് ഡേ വന്നതിന്റെ സെക്കൻഡ് ഡേ തന്നെ തീർത്തു. അപ്പൊ കൊറിയൻ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. അതെന്തായാലും എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ. അപ്പൊ ഇനി കൊറിയ പഠിക്കണം. ഞാൻ പഠിക്കുന്നുണ്ടോ? ഞാൻ തന്നെ പഠിക്കുന്നു. അപ്പൊ രണ്ടും കളിപ്പിച്ചാണ് ജസ്. അത് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ കൊറിയ പഠിക്കുന്നത്? അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടം ലാംഗ്വേജ്. എനിക്കറിയാം കുറെ വേർഡ്സ് ഒക്കെ. എന്നാ കൊറിയയിൽ എന്തെങ്കിലും പറയോ? അറിയോ? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തെറ്റിയാലും പ്രശ്നമില്ല. ഇവിടെ ആർക്കും കൊറിയ അറിഞ്ഞൂടാ. എന്തെങ്കിലും പറയോ? ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. അല്ല, കൊറേ പറയാൻ അറിയത്തില്ല കേട്ടോ. കുറച്ച്. 안녕하세요. 저 이름은 제스휘젠, 제스쿠쿠. പിന്നെ 안녕하세요 എന്ന് പറഞ്ഞാൽ ഹലോ. അത് വലിയ വേർഡാ. അങ്യോങ് എന്നൊക്കെ പറയുന്ന അന്യാസയോ സർ മാഡം ഒക്കെ പറയുന്ന എൽഡേഴ്സിന്റെ അടുത്ത് പറയാം റെസ്പെക്ട്. അങ്യോങ് ഫ്രണ്ട്, അങ്യോങ് എന്ന് പറയുന്നത് ഹായ് തന്നെ. എല്ലാം ഡിഫറെന്റ് ഷോർട്ട് ഫോംസും ഒക്കെ. പിന്നെ ചോയിരു മീൻ മൈ നെയിം ഇസ്. അടിപൊളി. അപ്പൊ ഇനി അച്ഛനടുത്തും അമ്മയടുത്തും പറയാൻ പോകുന്നുണ്ടോ സൗത്ത് കൊറിയയിലേക്ക് ഷിഫ്റ്റ് ആവാൻ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, പോവാണോ? അറിഞ്ഞില്ല. അമ്മ പറയുന്നത് ആൾ ഒറ്റയ്ക്ക് പോകണം, അമ്മയ്ക്ക് വയ്യെന്ന് കൊറിയയിലൊന്നും വരാൻ. അല്ല, എന്റെ കൂടെ വരാനാണോ? അമ്മ റെഡിയാണ്. അപ്പൊ നമുക്കിനി കൊറിയയിൽ വെച്ച് കാണാം. ഞാൻ അങ്ങോട്ടൊന്നും വരൂല്ലോ കേട്ടോ. നമുക്കിനി ഒരു ഡ്രാമയില് നമുക്ക് ജസ്റ്റ് കുക്കുവിനെ ഇനി കാണാം. അങ്ങനെ നടക്കട്ടെ. കൊറിയൻ സിനിമയിലെ നായികയാവട്ടെ. നമ്മളിപ്പോ ഒരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ജസ് വന്ന് ഇതിനകത്ത് ഒരു സംഭവം എടുക്കും.
ഇതിനകത്തുള്ളത് ജസ് അഭിനയിച്ച് കാണിക്കും. അതെന്താണെന്നുള്ളത് നമ്മളൊരാൾ പറയണം. ഞാനല്ല, നീയോ പറയണം. ദിയയ്ക്ക് 3 അവസരം തരും. എന്താ ആക്ച്വലി വേർഡ് എന്താ? സിനിമയാണെങ്കിലും ഓക്കെ, 3 അവസരവും പരാജയപ്പെടുകയാണെങ്കിൽ നമ്മളൊരാളെ വിളിക്കും. ഓക്കെ, ആരാണാവോ? അതൊന്നും പറയില്ല, സർപ്രൈസ്. അതിന് മുന്നേ ആളെ വിളിച്ചൂടെ? അതാവുമ്പോ പരിപാടി പെട്ടെന്ന് കഴിയും. വിളിക്കില്ല. ജസ് കൊറിയൻ ഭാഷയൊന്നും പറയരുത്. ഞാൻ അവിടെ പോയിരിക്കണം അല്ലേ? അപ്പം ഇത് എല്ലാം മോളിൽ നിന്ന് എടുത്തോ. ഞാനും പറയണോ? ഞാൻ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യണം. സാധാരണ അങ്ങ് ചോദിച്ചാൽ മതി മോള്. സിനിമയാണോ ഇത്? എന്താ സംഭവം? എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. വായിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് വെള്ളം കുടിക്കണ്ടല്ലോ. ഓ നോ, അവളെ ഓ നോ ആണ്. സിനിമയാണോ? അല്ല. ആനിമൽസ് അങ്ങനെ എന്തെങ്കിലും? ഓ, ഇത് സ്ഥിരവരുടെ പരിപാടിയാണ്, അതാണ് വേഗം ആനിമൽസ്. അല്ല, കുട്ടികളാകുമ്പോഴേ ആനിമൽസ് ഒക്കെ, പെറ്റ്സും ആനിമൽസും ഒക്കെ കാണിച്ചേ. കുരങ്ങോ? കടുവയോ? ഡ്രസ് കളർ ഓറഞ്ച്. ഓറഞ്ച്. വല്ല സിനിമയും കൊടുത്തൂടായിരുന്നു. ഞാൻ എണ്ണും കേട്ടോ. 1 ജിറാഫ്, 2 ചിമ്പാൻസി, 3 നാഷണൽ 4 ഇത് എന്റെ പൊന്ന് ജസ്. കഴിഞ്ഞു. സോറി, ആളെ വിളിക്കും. അടുത്ത ആള്. ടൈഗറിനാണോ ഇത് കാണിച്ചേ? വിസ്കർ. ഓ, അത് ഇത് കളറില്ലേ? അത് സംഭവം ഡീറ്റെയിലിംഗിലേക്ക് പോയി, അതാണ്. ഓറഞ്ച് കളറില്ലേ? നാഷണൽ. ഡീറ്റെയിലിംഗിലേക്ക് പോവാണ്. ഇതെല്ലാം ആനിമൽസ് ആണല്ലേ? ഓക്കെ, വിധി ഗസ് ചെയ്തോ? അതെ, ഗസ് ചെയ്യാലോ. 1 2 അതെ, കൗണ്ട് കുറച്ച് ശബ്ദം കുറയ്ക്കേ. എനിക്ക് ഹാർട്ട് ബീറ്റ് സെക്കൻഡ്സ് ഉണ്ട്. 4 ഇത് 5 എന്താ നീ കാണിക്കുന്നേ? ഇതോ എഗ്ഗോ? ഇത്രയും വലുതാ. ഇത്രയും വലുതോ? ക്യാറ്റ് ആണോ? ബൗൾ. ക്ലോസ്. ആനിമൽസ് തന്നെയല്ലേ? അല്ല. ആനിമൽ അല്ല, നോൺ ലിവിങ് ഐറ്റം. അയ്യോ, പറയാൻ പാടില്ല. എനിക്കറിയില്ല. ബോക്സ്. ടൈം ഔട്ട്. ടിഫിൻ ബോക്സ്. കുഴപ്പമില്ല, ബോക്സ്. ഞാൻ തവള വല്ലോ. ആരാ ഇത് എഴുതിയത്? അതിലും ഭേദം ഞാനാ. പാത്രം നമ്മള് പറഞ്ഞു, എന്നിട്ട് ഞാൻ തവളയാണെന്ന്. ഓ, ഇതെന്റെ ഇഷ്ടമുള്ള സാധനം. സിനിമ? പിന്നെ കൊറിയൻ ഞാൻ ഇങ്ങനെയാ. അതെ, ഒന്നെങ്കിലും കാണിച്ചു തരും, ഒന്നെങ്കിലും ആൻസർ ഞാൻ ചെയ്തോട്ടെ. നമ്മള് ഫ്രണ്ട്സ് അല്ലേ ജസേ, പ്ലീസ്. അല്ല, ആക്ച്വലി ഇത് എന്താന്ന് പറ. അല്ല, ആനിമൽ അല്ല, ടിഫിൻ ബോക്സ് അല്ല. മിണ്ടരുത്. ഒബ്ജക്റ്റ് പറഞ്ഞു. ഇനി മിണ്ടരുത്. തവളാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വേറെ ടൈം ഔട്ട് ആയിട്ടാ. ടൈം ഔട്ടാ. ടോയ് 3 പോയി. ഇത്ര പോയി. ഇതാരാ ഇതൊക്കെ ഉണ്ടാക്കിയ? ആളെ വിളിച്ചിട്ട് നമുക്ക് ഇത് ചോദിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറ. അത് മോൾ എന്താ കഴിഞ്ഞ നേരത്തെ ഉള്ള എന്തായിരുന്നു സാധനം? ഒബ്ജക്റ്റ് എന്തായിരുന്നു? ടോയ്. ടോയ് ആയിരുന്നു. ഓ, അതൊക്കെ എങ്ങനെ കാണിക്കും? യോയോ. അങ്ങനെ. ലാസ്റ്റ്. ഇത് അതിലൊന്നുമില്ല. അങ്ങനെ. ഫുഡ്. ഓക്കെ, ചിക്കൻ. മധുര. കേക്ക്. ഓക്കെ,
ബനാന. ആരത്? ബനാന പഴം. റോബസ്റ്റ്. ഒരെണ്ണം കൂടി ഉണ്ട്, 2 വേർഡ്സ്. ഓക്കെ, 2 വേർഡ്സ് ബനാനയില്. അല്ല, ബനാന പിന്നെ വേറെ ഒന്നും കൂടി. പഴംപൊരി. പഴംപൊരി. ആ പഴംപൊരി, ബനാന ഫ്രൈ. അത്രേ ഉള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ അവിടെ പഴംപൊരിയും ചായയും കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടൻ അത് കഴിക്കണം, അതുകൊണ്ട് പഴംപൊരി. അപ്പൊ വാ മോളി ഇങ്ങോട്ട് വാ, ഞാൻ അവിടെ ചെന്ന്. ഇവിടെ വെച്ചാൽ അപ്പം വെരി ഗുഡ് വെരി ഗുഡ്. Thank you. ലാസ്റ്റ് ഫൗളിലൂടെ ആണെങ്കിൽ ഉത്തരം പറഞ്ഞു. അതെ, അല്ല ഫൗളൊന്നുമല്ല, ബനാന ഞാൻ പറഞ്ഞില്ല. നീ ആലോചിച്ചല്ലേ എനിക്ക് കാണിച്ചെന്നേ. പിന്നെ പഴംപൊരി എങ്ങനെ കാണിക്കും? ഫ്രൈ ഇങ്ങനെ കാണിക്കാമല്ലോ. നമ്മളിപ്പോ ഒരു ആളെ വിളിക്കാൻ പോവുകയാണ്. ദേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് കേട്ടോ. പണിയായിരിക്കും. വിളിക്കട്ടെ? എന്റെ പൊന്നെ, GP ഒന്നും ഇല്ലല്ലോ, ദിവ്യല്ലല്ലോ, പൂജിതയല്ലല്ലോ. ഇത് എനിക്ക് ലൗഡ് സ്പീക്കറിൽ. ഹലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നില് ഇപ്പൊ ദിയ ഇരിപ്പുണ്ട്. ദിയയും ജസ് കുക്കും ഉണ്ട് കേട്ടോ. നന്ദി. ഏയ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അയ്യോടാ, ദിയെ അവളത് ഒരിക്കലും വിശ്വസിക്കത്തില്ല. അപ്പോ ദിയ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം അതെന്താണെന്നൊന്ന് പറയാമോ? അവള് പരിചയപ്പെട്ടത് ഏറ്റവും വലിയ അബദ്ധം, അവള് ചെയ്യുന്ന എല്ലാ അബദ്ധത്തിനും ഏത് ചോദ്യം എനിക്ക് അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ചിന്തിച്ചു നോക്ക്. അവള് ഏറ്റവും വലിയ ചെയ്ത അബദ്ധം എന്താ പറയാ, അതാ നീ തന്നെ പറയാ, നീ ചെയ്ത അബദ്ധം. എന്റെ പൊന്ന് പൂജു, നീ വെറുതെ എറിയല്ലേ. നിന്നെ പരിചയപ്പെട്ടത്. പൂജയെ പരിചയപ്പെട്ടതാണ് ഏറ്റവും വലിയ അബദ്ധം എന്നാ പറയുന്നത്. അത് കാരണമാണ് ഇത്രയും കുറെ ഡിപ്ലോമെന്റ് സെല്ലായിട്ടിരിക്കുന്നത്. അബദ്ധം തിരുത്താൻ അവൾക്ക് അറിയില്ല, അതാണ് അവരുടെ മിടുക്ക്. അറിയില്ല. ഏറ്റവും ചെയ്ത, അതായത് ദിയ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താ? വേറെ എന്തൊക്കെ ചോദിക്കും, ഏകദേശം 2-3. അല്ല, എന്റെ ഒരു നല്ലത് പറയാൻ പറ, അവള് പറയും. വലിയ മണ്ടത്തരം. എടാ നീയ, നീ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഏതാണ്? എന്റെ പൊന്നു മോളെ പൂജു, നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ, നീ ഫ്ലാറ്റിൽ വാ, എനിക്ക് നല്ല ഫുഡൊക്കെ തരാം. ഇവള് GPയുടെ ബർത്ത്ഡേക്ക് ഹോളിഡേയില് കളർ വെച്ച് കളിച്ചിട്ട് ഹോളിഡേയില് നമ്മൾ ഫുൾ ടീമിനെ ഇനി അങ്ങോട്ടേക്ക് കേട്ടാതെയായി. അതാണ് അവളുടെ ഐഡിയ, അവള് ചെയ്ത പണി. അപ്പൊ ഇനിയിപ്പോ ഹോളിഡേ ഇന്നിലോട്ട് കയറാൻ പറ്റത്തില്ല, നമുക്കൊരു ഇന്റർവ്യൂവിന് ഇനി ഹോളിഡേ വിളിക്കാൻ പറ്റില്ല. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ദിയയുടെ ഇന്റർവ്യൂ ആണ്. പുറത്താ. അത് ഞാൻ മാത്രല്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലാക്കി. അവള് പടം കണ്ടിട്ടില്ല. പടം കണ്ടില്ലേ ഇതുവരെയും? അവളുടെ പടം കാണാൻ പറ്റിയില്ല, എന്റെ പടത്തിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കാണണം ഇനി അവളുടെ പടം വരെ പോയി കാണണം. ഇനിയിപ്പോ അവസാനമായിട്ടൊരു ചോദ്യം കൂടെ. പൂജയ്ക്ക് ദിയയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? അവള് നല്ല നാരങ്ങ ചായ ഉണ്ടാക്കി തരും, ലൈം ടീ. എന്താ പറഞ്ഞ? ലൈം ടീ ഉണ്ടാക്കുന്ന അടിപൊളി ലൈം ടീ ഉണ്ടാക്കി തരാം. അവളുടെ ക്യാമറയിൽ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് അവള് നല്ല എഡിറ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ. ആള് വളരെ ക്രിയേറ്റീവ് ആണ്. നല്ല ഫോട്ടോഗ്രാഫർ, നല്ല കൈപ്പുണ്യമുള്ള കുക്കും നല്ല ഫോട്ടോഗ്രാഫറും ആണ് അവള്. ഇന്ന് പൂജ ഇപ്പോ ഞാൻ ദിയടുത്ത് ഇങ്ങനെ പറയായിരുന്നേ, ദിയയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉള്ളതാണെന്ന്. അതെ അതെ, അത് സത്യം. അവളുടെ ഭാഗ്യം നമ്മുടെ അവള് പറഞ്ഞതുപോലെ അബദ്ധം. ഏതായാലും പൂജ താങ്ക് യു വെരി മച്ച്. ഓക്കെ, കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. വിളിക്കാം തിരിച്ചു വിളിക്കാം. താങ്ക് യുടാ, ബൈ. ഏതായാലും അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നന്ദി. നല്ല കാര്യങ്ങൾ. ലൈം ടീ ഒക്കെ കിട്ടില്ല, ലൈം ടീ ഒക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. കോഴിക്കോട് ആയതുകൊണ്ട് അങ്ങനെയില്ല. നമ്മളെങ്കിലും ഏറ്റവും നല്ല കുക്ക് എന്ന് പറഞ്ഞത് ദിവ്യാണ്. പിന്നെ പറഞ്ഞ പോലെ കുറച്ച് മടി, ഞാൻ കോഴിക്കോടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കും, കുഴപ്പമില്ലാതെ. ഈ പറഞ്ഞ പോലെ അവള് ഭയങ്കര ഫുഡിയാ. പൂജിതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. അപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നാ കഴിക്കും. പിന്നെ കുറച്ച് ഫോട്ടോസ്, റീൽസ് ഒക്കെ ഞാനാണ്. ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ എനിക്കിതാ, ഞങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല, പക്ഷെ എടുക്കുന്ന കുറച്ച് വൃത്തിക്കൊക്കെ എടുക്കും. ഇനിയിപ്പോ ജസ്സിന്റെ അമ്മ കൊറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച? കൊറിയയിൽ പോയല്ലേ അമ്മയും മോളും കൂടെ? റെസ്റ്റോറന്റിൽ പോയിട്ട്. അപ്പൊ ഏതായാലും കൊറിയൻ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി പഠിക്കാൻ വെച്ചോ. ഇനി അവിടെ ചെല്ലുമ്പോ സമ്മതിക്കുന്നില്ല.
അപ്പൊ ഓക്കെ, നമുക്കപ്പോ നല്ലൊരു ചാറ്റായിരുന്നു. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളും ശരിക്കും അല്ലേ. അപ്പൊ ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് പറന്നു പോ എന്നുള്ള ലെവലിൽ ഞങ്ങളും അങ്ങനെ അപ്പൊ ഞാനും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത സിനിമയുടെ വിശേഷങ്ങൾ വരുമ്പോ നമുക്ക് ഇതേപോലെ സംസാരിക്കാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. അപ്പൊ പടം കണ്ടതിലും ഞങ്ങൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.